ഹലോ ഗായ്സ്, രാവിലെ തന്നെ എല്ലാവരും കൂടെ ഒരു ചെറിയ ട്രിപ്പിന് പോവാണ്. നമ്മളിപ്പം പോകുന്നത് തെങ്കാശിയിലോട്ടാണ്. തെങ്കാശിയിൽ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് പോയി തന്നെ നോക്കണം. അപ്പം പ്രഭാത ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ പ്രഭാത കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പം ആദ്യം തന്നെ ഒരു ചായയിൽ സ്റ്റാർട്ട് ചെയ്തു. കൊള്ളാം, അടിപൊളി ചായ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെയും ട്രിപ്പ് മൂഡ് ഓൺ ആയിട്ടുണ്ട്. എല്ലാവരും അടിച്ച് പൊളിച്ച് നമ്മുടെ ട്രിപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം പോയത് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റ്, അതായത് കല്ലട ഡാമിലേക്കാണ്. അടിപൊളിയാണ്, ഫസ്റ്റ് ടൈമാണ്. അടിപൊളി, ഒരു പ്രകൃതി രമണീയമായ ഒരു ഡാം. എല്ലാ ഡാമും അങ്ങനെയാണ്, എന്നാലും അടിപൊളി. നമ്മൾ പൂരി കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരിയും മസാലയാണ് കഴിച്ചത്. അപ്പം നമ്മുടെ കല്ലട ഡാമിന്റെ മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ വനം പോലെ ഫീൽ ചെയ്യുന്നു. അതിൻ്റെ നടുക്ക് ഡാം, നല്ല ഭംഗിയിൽ ഒഴുകുന്ന ഒരു ഡാം. അടിപൊളിയാണ്. വേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. നന്നായിട്ട് നല്ലതായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള എന്നാന്ന് ചോദിച്ചാൽ, ഇവിടേക്ക് പോകുന്നവർ ഒന്നെങ്കിൽ ഒരു കുട, അല്ലെങ്കിൽ ഒരു സൺഗ്ലാസ്, അല്ലെങ്കിൽ ഒരു ക്യാപ്പ്, തൊപ്പി, ഇതിൽ ഏതെങ്കിലും മസ്റ്റായിട്ട് എടുത്തുകൊണ്ട് വേണം പോകാൻ, അല്ലെങ്കിൽ പണി കിട്ടും ഉറപ്പ്. പിന്നെ നമ്മൾ രണ്ടാമത് പോയ സ്ഥലം തമിഴ്നാട്ടിലെ കറ്റൂർ വാട്ടർഫോൾസ് സംതിങ് അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. ഉള്ള കാര്യം പറയാല്ലേ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വെള്ളമില്ലാത്ത ഒന്നാമത്തെ റീസൺ. ആ റീസൺ പിന്നെ പോട്ടെ, നമ്മുടെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് വെള്ളമില്ലാത്തത്. രണ്ടാമത്തെ കാര്യമാണ് വൃത്തി. ഒരു വൃത്തി പോലും ഇല്ല. സ്മെല്ല് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോവാനേ പറ്റത്തില്ല. നാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 7 അയലോക്കത്ത് പോകത്തില്ല. അവർ വൃത്തിക്കേ അല്ല സൂക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി. ലാസ്റ്റ് പോയതാണ് ഇത് നമ്മുടെ അന്യൻ സിനിമയ്ക്കത്തെ അണ്ടങ്കാട്ട ആ ഒരു സോങ് ഇല്ലേ, ആ ഒരു സോങ് ഷൂട്ട് ചെയ്ത സൂര്യകാന്തി പാറയാണ്. അങ്ങനെ എന്തോ ആണ് ഇത് അറിയപ്പെടുന്നത്. ഞാൻ കുറേ സ്ഥലത്ത് പോയതിൽ ഏറ്റവും, അതായത് ഈ ട്രിപ്പിൽ പോയതിൽ എൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമാണ്. അടിപൊളിയായിരുന്നു. ഒന്നുമില്ല, വലിയൊരു പാറക്കെട്ട്, അതിന് ചുറ്റും നിറയെ പാടം. പണ്ട് ഇത് സൂര്യകാന്തി പാടമാണ്, പക്ഷെ ഇപ്പം സൂര്യകാന്തി അല്ല, ഇപ്പം വേറെന്തോ കൃഷി സംതിങ് ആണ്. അടിപൊളിയാണ്. ഇതാണ് ഏറ്റവും ഞങ്ങൾ പോയതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. ഭയങ്കര കാറ്റും കാര്യങ്ങളും ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ടാറ്റാ.